ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. 12 മണിവരെ നിർത്തിവെച്ച രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചു. ISRO മാറ്റിവെച്ച പ്രോബ 3 ദൌത്യത്തിന്റെ വിക്ഷേപണം ഇന്ന് വൈകിട്ട്. കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ്. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം. കോഴിക്കോട് ഇന്ധന ചോർച്ചയുണ്ടായ എലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റ് ഗോഡൌൺ മന്ത്രി AK ശശീന്ദ്രൻ ഇന്ന് സന്ദർശിക്കും. ഇന്ന് ലോക മണ്ണ് ദിനം. സംസ്ഥാനമെമ്പാടും വിപുലമായ പരിപാടികൾ. ബ്രിസ്ബെയിനിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 100 റൺസ് എടുക്കുന്നതിനിടെ ഓൾ ഔട്ടായി. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ച രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചു. ലോക്സഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വിവിധ ബില്ലുകളിന്മേലുള്ള ചർച്ചകളാണ് ഇന്ന് പാർലമെന്റിൽ നടക്കുക. ഒരു പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിനെതിരെ ഉയർന്ന കൈക്കൂലി ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ MPമാർ പാർലമെന്റ് ഹൌസിൽ പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ മറ്റ് MPമാരും DMK, RJD നേതാക്കളും പങ്കെടുത്തു. പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം നാടകമാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. ISRO മാറ്റിവെച്ച പ്രോബ 3 ദൌത്യത്തിന്റെ വിക്ഷേപണം ഇന്ന് നടക്കും. വൈകുന്നേരം 4:12 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. PSLV C-59 റോക്കറ്റാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ ദൌത്യത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുക. ഇന്നലെ വൈകുന്നേരം 4:08 നടക്കേണ്ടിയിരുന്ന വിക്ഷേപണമാണ് മാറ്റിവെച്ചത്. കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്നില്ലെന്ന് മന്ത്രി പി രാജീവ്. സംയുക്ത സംരംഭത്തിൽ നിന്നും പിന്മാറാൻ ദുബായ് ടീകോം കമ്പനി നേരത്തെ കത്ത് നൽകിയിരുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നമുക്കാണെങ്കിൽ കൊച്ചിയിൽ സ്ഥലത്തിന് വേണ്ടിയുള്ള ആവശ്യം വളരെ കൂടുതലാണ്. ആ ഘട്ടത്തിലാണ് ഈ ഭൂമി നമ്മൾ കൊടുത്തിരിക്കുന്നത് ഉപയോഗിക്കാതെ കിടക്കുന്നത്. അത്തരം ഘട്ടത്തിലാണ് അവരുമായി ചർച്ച ചെയ്തിട്ട് നമ്മളെ ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാവുന്ന രൂപത്തിൽ തീരുമാനത്തിലേക്ക് പോകണം എന്ന് കണ്ടിട്ടുള്ളത്. എന്തായാലും അവരുടെ താല്പര്യവും നമ്മുടെ താല്പര്യവും ഇപ്പോൾ ഒരുപോലെയാണ്. നമുക്ക് സ്ഥലം ഉപയോഗിച്ചാൽ മതിയാവും. 100-ലധികം കമ്പനികളുടെ ഡിമാൻഡ് തന്നെ കൊച്ചിയിൽ നിലനിൽക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ IT കമ്പനികൾ അവിടെ കൊണ്ടുവരാൻ കഴിയും. അതിനാവശ്യമായിട്ടുള്ള ഒരു തീരുമാനം എന്ന നിലയിലാണ് ഇതിനെ കാണുന്നത്. ടീകോമിന് എന്തിനാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് വിശദീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. CPIMന്റെയും BJPയുടെയും വികസന വിരുദ്ധ സമീപനം മൂലം കേരളത്തിൽ വൻ IT കുതിച്ചുചാട്ടം കൊണ്ടുവരേണ്ട പദ്ധതി ഇല്ലാതായെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ MP ആരോപിച്ചു. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം റദ്ദാക്കണമെന്നും കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദക്ഷിണ റെയിൽവേ K-റെയിൽ അധികൃതരുമായി ചർച്ച നടത്തി. എറണാകുളത്തെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് യോഗം ചേർന്നത്. തുടർ ചർച്ച ഉണ്ടാകുമെന്നും ഇന്നത്തേക്ക് പ്രാഥമിക ചർച്ച മാത്രമാണെന്നും റെയിൽവേ അറിയിച്ചു. രാജ്യത്തെ ഇക്കൊല്ലത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. സ്റ്റേഷൻ പരിധിയിലെ യുവജനങ്ങളെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കിയുള്ള പദ്ധതികൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഭിന്നശേഷി സൗഹൃദ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ആലത്തൂർ സ്റ്റേഷന്റെ നേട്ടത്തിന് സഹായകമായി. പോലീസുകാരുടെ പരാതിക്കാരോടുള്ള നല്ല പെരുമാറ്റവും മികവും മറ്റും ജനക്ഷേമ പ്രവർത്തനങ്ങളും പരിഗണനാ വിഷയമായി. 5 പഞ്ചായത്തുകളും ഒരു പഞ്ചായത്തിന്റെ പകുതിയും ഉൾപ്പെട്ട 40 കിലോമീറ്റർ പ്രവർത്തന പരിധിയുള്ള സ്റ്റേഷനിൽ 2 SIമാരും 2 ASIമാരും ഉൾപ്പെടെ 52 ഉദ്യോഗസ്ഥരാണ് സേവന സന്നദ്ധരായി ഉള്ളത്. മുനമ്പം വിഷയത്തിൽ പരാതികൾ, അപേക്ഷകൾ, നിർദ്ദേശങ്ങൾ എന്നിവ സമർപ്പിക്കാം. വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി നിയോഗിച്ച ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുൻപാകെ നേരിട്ടും തപാൽ മുഖേനയും പരാതികൾ സമർപ്പിക്കാം. 1B ഭവാനി, കുന്നുംപുറം, കാക്കനാട്, പിൻകോഡ് 682030 എന്ന വിലാസത്തിലാണ് പരാതികൾ നൽകേണ്ടത്. സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ വായനോത്സവത്തിന് സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിൽ തുടക്കമായി. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കുമാണ് വായനോത്സവം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കോഴിക്കോട് ഇന്ധന ചോർച്ചയുണ്ടായ എലത്തൂർ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റ് ഗോഡൌൺ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് സന്ദർശിക്കും. സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. ഡെപ്യൂട്ടി കളക്ടർ അനിതാകുമാരി സ്ഥലത്തെത്തി ജനപ്രതിനിധികളുമായും HP അധികൃതരുമായും ചർച്ച നടത്തി. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഏലം കൃഷി ഇൻഷുർ ചെയ്യുന്നതിന് ഏറ്റവും കുറഞ്ഞ പരിധി 1 ഏക്കറാക്കി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ചെറുകിടക്കാരായ ഒട്ടനവധി ഏലം കർഷകർക്ക് ഈ ഉത്തരവിന്റെ പ്രയോജനം ലഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മുമ്പുണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ പ്രകാരം 2.5 ഏക്കർ ഏലം കൃഷി നശിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുമായിരുന്നുള്ളൂ. പുതിയ ഉത്തരവ് പ്രകാരം 1 ഏക്കർ കായ്ഫലമുള്ള ഏലം കൃഷി 600 രൂപ പ്രീമിയം അടച്ച് 1 വർഷത്തേക്ക് ഇൻഷുർ ചെയ്യാം. 3 വർഷത്തേക്ക് ഒരുമിച്ച് ഇൻഷുർ ചെയ്യാൻ 1500 രൂപ അടച്ചാൽ മതിയാകും. 1 ഏക്കറിലെ ഏലം കൃഷി പൂർണ്ണമായി നശിച്ചാൽ 24,000 രൂപയാണ് നഷ്ടപരിഹാര തുകയെ നിശ്ചയിച്ചിരിക്കുന്നത്. ചെറുകിട നാമമാത്ര കർഷകരും ആനുകൂല്യത്തിന്റെ പരിധിയിൽ വരുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഉത്തരവ്. കഴിഞ്ഞ വർഷമുണ്ടായ വരൾച്ചയിൽ വ്യാപക കൃഷിനാശമുണ്ടായ 100 കണക്കിന് കർഷകർക്ക് പുതിയ ഉത്തരവ് ആശ്വാസമാണ്. തൃശൂർ പാലപ്പിള്ളിയിൽ വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചെരിഞ്ഞു. പാലപ്പിള്ളി എലിക്കോട് നഗറിലാണ് കുട്ടിയാന മാലിന്യക്കുഴിയിൽ വീണത്. പാലപ്പിള്ളി റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി മണിക്കൂറുകൾ പരിശ്രമിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. ഇന്ന് ലോക മണ്ണ് ദിനം. അശാസ്ത്രീയ വളപ്രയോഗം, കീടനാശിനികളുടെ ഉപയോഗം തുടങ്ങിയവയിൽ നിന്ന് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടതുണ്ടെന്ന് തിരുവനന്തപുരം ദക്ഷിണ മേഖലാ മണ്ണ് സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ രമേശ് പി പറഞ്ഞു. അനന്തമായ ജീവന്റെ ആത്മാവ് എന്ന മണ്ണിനൊരു നിർവചനമുണ്ട്. ആരോഗ്യമുള്ള മണ്ണ് ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും മനുഷ്യരാശിയുടെ ക്ഷേമത്തിനും അത്യന്താപേക്ഷിതമാണ്. മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ, രാസഗുണങ്ങൾ, ജൈവിക ഗുണങ്ങൾ എന്നിവയാണ് മണ്ണിന്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നത്. മണ്ണിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ പാറകൾ, കാലാവസ്ഥ, ജീവജാലങ്ങൾ എന്നിവയെ ആശ്രയിച്ച് ഓരോ മണ്ണിനങ്ങൾക്കും തനതായ ജനിതക സ്വഭാവം ഉണ്ടാവും. ഈ ജനിതക സ്വഭാവത്തിന് കാതലായ മാറ്റങ്ങളൊന്നും വരാതെ സംരക്ഷിച്ച് കാർഷിക പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും നടത്തുകയാണ് മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്. മണ്ണ് ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ സോയിൽ ഹെൽത്ത് കാർഡുകളുടെ വിതരണം നടന്നു. ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ ആയമാരുടെയും പ്രവർത്തനവും സേവന അഭിരുചിയും വിലയിരുത്തുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആയ ഉപദ്രവമേൽപ്പിച്ച കുഞ്ഞിനെയും മറ്റു കുട്ടികളെയും സന്ദർശിച്ച മന്ത്രി ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനം നേരിട്ട് വിലയിരുത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം വൈകുന്നതായി ആരോപിച്ച് LDF സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുന്നു. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും മറ്റ് ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും മാർച്ച് നടത്തി. രാജ്ഭവൻ മാർച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിസ്ബെയിനിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 100 റൺസ് എടുക്കുന്നതിനിടെ ഓൾ ഔട്ടായി. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ മലയാളി താരം മിന്നുമണിയുമുണ്ട്. ISL ഫുട്ബോളിൽ ഒഡീഷ FC മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. വൈകുന്നേരം 7:30 ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 646 പോയിന്റ് നേട്ടത്തിൽ 81,602-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 167 പോയിന്റ് നേട്ടത്തിൽ 64,635-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 80 രൂപ വർദ്ധിച്ച് 57,120 രൂപയും ഗ്രാമിന് 7,140 രൂപയുമാണ് ഇന്നത്തെ വില. BJP തൃശൂർ മുൻ ജില്ലാ പ്രസിഡന്റ് E. രഘുനന്ദനൻ അന്തരിച്ചു. മൃതദേഹം നാളെ ഉച്ചവരെ അക്കിക്കാവിലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം മെഡിക്കൽ കോളേജിന് കൈമാറും. കണ്ണൂർ വളപട്ടണത്ത് കവർച്ച നടത്തിയ കേസിൽ റിമാൻഡിലായ CP ലിജേഷിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. തിങ്കളാഴ്ചയാണ് ലിജേഷിനെ റിമാൻഡ് ചെയ്തത്. കണ്ടെത്തിയ പണവും സ്വർണ്ണാഭരണങ്ങളും കണ്ണൂർ ട്രഷറിയിലെ ലോക്കറിലേക്ക് മാറ്റി. ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ ഒരു പ്രതി കോടതിയിൽ കീഴടങ്ങി. തൃശൂർ പരപ്പൂർ സ്വദേശി മനോജാണ് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. 12 മണിവരെ നിർത്തിവെച്ച രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചു. ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. ISRO മാറ്റിവെച്ച പ്രോബ 3 ദൌത്യത്തിന്റെ വിക്ഷേപണം ഇന്ന് വൈകിട്ട് നടക്കും. കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങിയിട്ടില്ലെന്ന് മന്ത്രി P. രാജീവ്. ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം. കോഴിക്കോട് ഇന്ധന ചോർച്ചയുണ്ടായ എലത്തൂരിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പ്ലാന്റ് ഗോഡൌൺ മന്ത്രി A. K. ശശീന്ദ്രൻ ഇന്ന് സന്ദർശിക്കും. ഇന്ന് ലോക മണ്ണ് ദിനം. സംസ്ഥാനമെമ്പാടും വിപുലമായ പരിപാടികൾ. ബ്രിസ്ബെയിനിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 100 റൺസ് എടുക്കുന്നതിനിടെ ഓൾ ഔട്ടായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.